കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒരു കലാപരിപാടി ഉണ്ട്, ഒരു പൂത്തിരി കത്തിക്കല്. പൂത്തിരി എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്ന് കത്തി കഴിഞ്ഞിട്ട് ഈ സാധനം കത്തി വിരിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഒന്നും കാണാനില്ല, പുകമയാണ്. അതായത് ക്രിസ്ത്യൻ വെഡിങ്ങിലാണ് ഞാൻ കൂടുതലും, എനിക്ക് ക്രിസ്ത്യൻ വെഡിങ്സ് ആണ്. അപ്പോൾ ക്രിസ്ത്യൻ വെഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ട് കേക്ക് കട്ടിങ് അങ്ങനെ ഓരോ പരിപാടിയുടെ ഇടയിൽ ഈ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യണം, ഒരു പൂത്തിരി കത്തിക്കും. അപ്പം ഇത് ക്വാളിറ്റി ഇല്ലാത്ത സാധനം കത്തിച്ചാൽ എന്താണ്ടാവുക വെച്ചാൽ ആകെ പുകയാവും. പ്രത്യേകിച്ച് AC ഉള്ള ഹോളിലൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര സഫോക്കേഷൻ ആണ്. പിന്നെ പുകയായി, പിന്നെ നമുക്ക് ശ്വാസം മുട്ടലായി. ഇത് ഫോട്ടോഗ്രാഫ്സിനെ എങ്ങനെ ബാധിക്കണമെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ ഉടനടി ഈ മെയിൻ ഫാമിലി, അതായത് ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും ഫാമിലി ഫോട്ടോ സെഷനാണ്. ഈ ഫോട്ടോസ് ഇത് ഫുള്ള് പുകയായിട്ട് ഈ ഫ്ലാഷും കൂടി അടിച്ചു കഴിയുമ്പോൾ മൊത്തം ഫെയ്ഡാവും, ഒരു തരത്തിലും ഭംഗിയില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പം നമ്മൾ ഇത് ഒന്നും കൂടി കളറാക്കാൻ വേണ്ടി നമ്മുടെ ഈ സ്റ്റേജിൽ നടക്കുന്ന പരിപാടികൾ ഒന്നും കൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ് പൂത്തിരി കത്തിക്കുകയും പരിപാടികളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇത് മിക്കവാറും കേസിൽ നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇനി അഥവാ പൂത്തിരി കത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള പൂത്തിരി കത്തിക്കാനായിട്ട് ശ്രമിക്കുക. അത് ഇപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വില കുറഞ്ഞ പൂത്തിരി കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ സാധനം ആകെ നാശവും. നമ്മളിത് ഇവന്റുകാരോട് അല്ലെ സ്റ്റേജിന്റെ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു തരത്തിൽ സമ്മതിക്കില്ല. അവർ പറയും ഞങ്ങൾ പൈസ മേടിച്ചിട്ടാണ് ചെയ്യണേ, അപ്പൊ ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാനില്ല, കത്തിച്ചേ മതിയാവൂ എന്നുള്ള അവസ്ഥയിലാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ക്ലയന്റ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ പൂത്തിരി കത്തിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇനി ഇത് അടിയിൽ നിന്ന് പൊട്ടിക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫ്സിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് രണ്ട് സൈഡിൽ നിന്ന് സാധനം പൊട്ടുകയാണ്. അപ്പോൾ വരുന്ന എക്സ്പ്രഷൻ ഭയപ്പെടുന്ന അല്ലെങ്കിൽ പേടിയുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കും മിക്കവാറും കേസിൽ ഫോട്ടോസിൽ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഈ സാധനം പുകയും പടലമൊക്കെ ആയിട്ട് പിന്നെ അത് മൊത്തത്തിൽ അതിന്റെ ഭംഗി നഷ്ടപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് പൂത്തിരി കത്തിക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. കല്യാണം കഴിക്കാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.